ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂരിൽ ലീഗിനെതിരായ ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുകയാണ് നിലപാടെന്ന് മന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അപലപിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് അന്ന് രൂപപ്പെട്ടത്. തീർച്ചയായും അത് തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇപ്പോൾ സ്ഥായിയായിട്ടുള്ളൊരു വിജയമായി അത് മാറി. ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന MLA-മാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ശിവദാസ് ഒരിക്കൽ കൂടി ചേരുന്നു. ശിവദാസ് നേരത്തെ ചോദിച്ചത് തന്നെയാണ്, അതായത് ഈ SDP-യുടെ വെളിപ്പെടുത്തലിനെ മറ്റൊരു തരത്തിൽ സമ്മതിക്കുകയാണ് അബ്ദുറഹ്മാൻ. അതിന് അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന മറ്റൊന്ന് ജനകീയ കൂട്ടായ്മ എന്ന വാക്കാണ്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. SDPIയെ ചേർത്ത് പിടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് പ്രത്യക്ഷമായി ഇത്തരത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും പരോക്ഷമായി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ജനകീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എല്ലാവരും ഉൾപ്പെടും എന്നത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ്. അത്തരത്തിൽ തന്നെ കൃത്യമായി അദ്ദേഹം ഒരു ജനകീയ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് താനൂരിൽ വിജയിച്ചത് എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ അത്തരത്തിലുള്ള ചില മതമൗലികവാദ സംഘടനകളുടെ അടക്കം അത്തരത്തിലുള്ള വ്യക്തികളുടെ അടക്കം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചത്. SDPIയുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനകീയ കൂട്ടായ്മയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അന്ന് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി കൃത്യമായി തന്നെ ചില നിലപാടുകൾ, തെറ്റായ രീതികൾ CPM സ്വീകരിച്ചിരുന്നു. അതിൻ്റെ കൃത്യമായ ആ വിഷയത്തിൽ കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അതേസമയം കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അടക്കം, ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM രംഗത്ത് വന്നിരുന്നു. പലപ്പോഴായി ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി തന്നെ UDF-ന് അനുകൂലമായി തന്നെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ അവർ തള്ളി പറയുന്നത്. ഇതിൻ്റെ കുട പിടിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് മലപ്പുറം ജില്ലയിൽ ഉണ്ട്. അതായത് മുസ്ലിം ലീഗ് മതമൗലികവാദ സംഘടനകളെ പരിപോഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ശക്തിപ്പെടുത്താനുള്ള നിലപാടുകളും നടപടികളുമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുൻപ് അവർ മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ മതമൗലികവാദ സംഘടനകളെ വളരാനുള്ള അല്ലെങ്കിൽ അവർക്ക് വളരാനുള്ള എല്ലാ പിന്തുണയും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് മലപ്പുറം ജില്ലയിൽ ഉടനീളം നടക്കുന്നുണ്ട്. ഇത് CPM-നെ എതിർക്കുക അല്ലെങ്കിൽ മതേതരത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. പൊതുവിൽ അവർ പരസ്യമായി മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളെ താലോലിച്ച് വളർത്തുകയാണ് ലീഗ് ചെയ്യുന്നത് എന്നാണ് അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചത്. കൃഷ്ണരാജ്.